Welcome to all. Today I would like to discuss about the topic reproduction in organism. ആശാനി ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്ലസ് ടുക്കാരുടെ ഫസ്റ്റ് ചാപ്റ്റർ ബോട്ടണി ആണ്. റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. എന്താണ് റിപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം? അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് ലൈഫ് സ്പാൻ എന്നാണ്. എന്താണ് ലൈഫ് സ്പാൻ? ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ബർത്ത്, ഇറ്റ്സ് എ പീരീഡ് ഫ്രം ബർത്ത് ടു എ നാച്ചുറൽ ഡെത്ത്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ ബർത്ത് മുതൽ അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ മോർഫോളജി ഓഫ് എ ഓർഗാനിസം. നൗ ഇൻ ദ കേസ് ഓഫ് പാരറ്റ് ആൻഡ് ക്രോ, നമ്മൾ ക്രോയുടെയും പാരറ്റിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ മോർഫോളജി സിമിലർ ആണ്. പാരറ്റിൻ്റെയും ക്രോയുടെയും മോർഫോളജി സിമിലർ ആണ്. ബട്ട് ഇറ്റ്സ് ലൈഫ് സ്പാൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ടു ഈച്ച് അതർ. രണ്ടുപേരുടെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇൻ ദ കേസ് ഓഫ് പാരറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 114 ഇയേഴ്സ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്രോയുടെ കേസ് പറയുകയാണെങ്കിൽ ഓൺലി ഇൻ 15 ഇയേഴ്സ് മാത്രമാണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സെയിം സെനാറിയോ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിൻ്റെ കാര്യത്തിലും സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് നടക്കുന്നത്. അതായത് നമുക്കറിയാം, യൂഷ്വലി അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് മാഞ്ചിഫെറ ഇൻഡിക്ക, മാംഗോ ട്രീ ആണല്ലോ. മാംഗോ ട്രീയുടെ കേസ് പറയുകയാണെങ്കിൽ അതിന് വളരെ ഷോർട്ട് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പിപ്പിൾ ട്രീയുടെ കേസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ലോങ് ആണ്. അപ്പം ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ ലൈഫ് ഫോം എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ടൈം പീരീഡ്. അവരുടെ ലൈഫ് സ്പാന് ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി നമ്മുടെ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. ഈ കണ്ടിന്യൂസ് പ്രോസസ്സ് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, അവിടെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നത്. സിംപ്ലി നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്താണ് റീപ്രൊഡക്ഷൻ. ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്സ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ്സ്. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്? അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ജീൻ എന്ന് പറയുന്നത് അത് പേരൻറ്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പേരൻറ്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും? എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ ഹെറിഡിറ്റി ഫാക്ടർ എന്തെന്ന് പറഞ്ഞാൽ ജീനാണ്. ജീൻ എന്ന് പറയുന്നതാണ് ഒരു ഓർഗാനിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയുന്നത് ആണല്ലോ. ആ ഹെറിഡിറ്ററി ഫാക്ടർ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത് ആ ജീൻ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ജീൻ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ എ ക്രോമസോമിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി മോർ പ്രിസൈസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് റീപ്രൊഡക്ഷനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിസം ഗീവ് റൈറ്റ്സ് ടു ഇറ്റ്സ് ഓഫ്സ്പ്രിങ് ടു ഇറ്റ്സ് സിമിലർ ടു ഇറ്റ് സെൽഫ്. അതായത് ഓരോ ഓർഗാനിസം അതിൻ്റെ ഓഫ്സ്പ്രിങ്ങിനെ തരുന്നു, സിമിലർ ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെ തരുന്നു. അതിന് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് സിംപ്ലി ഡിഫൈൻ ചെയ്യാം. ഈ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്ഷുവൽ ആൻഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂഷ്വലി എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള ആൽഗയിലും ഫഞ്ചയിലും ഒക്കെ മാത്രമേ നടക്കുന്നുള്ളൂ. നമുക്കറിയാം ആൽഗയും ഫഞ്ചയൊക്കെ ഭയങ്കര പ്രിമിറ്റീവാണ് ആസ് കമ്പയർഡ് ടു ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം ആണല്ലോ. ഇനി സിംപ്ലി എങ്ങനെയാണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അതായത് ആസ് കമ്പയർഡ് ടു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇൻ കേസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ദ ഓർഗാനിസം അവിടെ എന്താണ് നടക്കുന്നത്? സിമിലർ ആയിട്ട് പേരൻറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ഓഫ്സ്പ്രിങ് ആണ് ഫോം ചെയ്യുന്നത്. അവർ വിത്ത് ഓർ വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്. അവിടെ ഫ്യൂഷൻ നടക്കാം, ഫ്യൂഷൻ നടക്കാതെ ഇരിക്കാൻ നമുക്ക് എന്തിനെ കിട്ടും? ഗ്യാമേറ്റിനെ കിട്ടും. അതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി ഇറ്റ്സ് സിമിലർ ടു ആരെ പോലെയാണ്? പേരൻറ്റിനെ പോലെയായിരിക്കും. അതായത് അതിൻ്റെ മോർഫോളജിയും ജെനറ്റിക്കൽ ക്യാരക്ടേഴ്സും എല്ലാം പേരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പീസ് ആണ്. സോ ഇറ്റ്സ് ഓൾസോ കാൾഡ് ക്ലോൺ. നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? ക്ലോൺ എന്നും പറയാൻ പറ്റും. ഓക്കെ, ഫൈൻ. ദെൻ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? അതായത് ഗ്യാമേറ്റിൻ്റെ ഫ്യൂഷൻ നടക്കും. ഒന്നെങ്കിൽ സിംഗിൾ പേരൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മെയിൽ പേരൻറ്റിൽ നിന്നോ. അവിടെ ഫ്യൂഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഫ്യൂഷൻ നടക്കണം.
ഫ്യൂഷൻ നടന്നാൽ മാത്രമേ ഓർഗാനിസം ഫോം ചെയ്യുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അവിടെ പേരൻറ്റിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് അല്ല ഉണ്ടാകുന്നത്, മറിച്ച് എന്താണ് സിമിലർ ടു ഒരു പേരൻറ്റിനെ പോലെ സിമിലർ, കുറച്ച് എക്സാക്ട് സിമിലാരിറ്റീസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇനി അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷനും എസെക്ഷുവൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ നമുക്കറിയാം എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം, സീഡ് ഹാബിറ്ററ്റ്സ് ഒന്നും കാണിക്കാത്ത, ആസ് കമ്പയർഡ് ടു ആനിമൽ ആൻഡ് ആനിമലിൻ്റെ കേസും പ്ലാന്റിൻ്റെ കേസും പറയുകയാണെങ്കിൽ സെയിം സെനാറിയോ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ മാത്രമേ നടക്കൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റേറ്റിലുള്ള ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം ഓൾ ഓർഗാനിസത്തിലും നമ്മൾ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അവിടെ എന്താണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി പറയുകയാണെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് ആസ് കമ്പയർഡ് ടു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം നമുക്കറിയാം. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് അമീബ, ഈസ്റ്റ്, സക്കാരോമൈസിസ്, അവരെയൊക്കെ കേസിൽ എങ്ങനെയായിരുന്നു റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന്. ഇപ്പം അതായത് നമുക്കറിയാം ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഇല്ല, ജീവനുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാവും, അതായത് മരിക്കണം. ലൈഫ് ഡ്യൂ ടു ബർത്ത് ടു നാച്ചുറൽ ഡെത്ത്, അതാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഒരു കേസ് പറയുകയാണെങ്കിൽ, അമീബയുടെ കേസ് പറയുകയാണെങ്കിൽ അമീബയിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്? അതിപ്പം അവിടെ സിംപ്ലി സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയതുകൊണ്ട് സെല്ല് 2 ഈക്വൽ ഹാൽസ് ആയിട്ട് മുറിഞ്ഞു മാറുകയാണ്. അവിടെ ബൈനറി ഫിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അവിടെ എങ്ങനെയാണ് പേരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും കിട്ടുന്നത്, ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ടു ദെയർ പേരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പീസ് ആയിരിക്കും കിട്ടുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് നമ്മൾ ആനിമൽസിൻ്റെ കേസിൽ പറഞ്ഞു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ എക്സാക്ട് കോപ്പീസ് ഒന്നുമല്ല കിട്ടുന്നത്. പിന്നെ ഇവർ മുറിഞ്ഞു മാറിയാൽ മാത്രം മതിയോ? അല്ല, ഇവരുടെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA അങ്ങനെയുള്ള അതെല്ലാം എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ജെനറ്റിക് മെറ്റീരിയൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമുക്കറിയാം അമീബ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്. വൈ ഇറ്റ് ഈസ് കോൾഡ് പ്രോകാരിയോട്ട്? എന്താണ് പ്രോകാരിയോട്ട്? നമുക്ക് ഓൾറെഡി വി നോ അബൌട്ട് ദാറ്റ്. എന്തുകൊണ്ട് പറയുന്നു? അതായത് എക്സാക്ട് ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അമീബയെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ്സ് എ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഈസ്റ്റ് ഓർ സക്കാരോമൈസിസ്, സക്കാരോമൈസിസിൻ്റെ കാര്യം പറയാൻ നമുക്കറിയാം അവരുടെ പേരൻ്റൽ ബോഡിക്കകത്ത് പേരൻ്റ് ബോഡിയിൽ നിന്ന് ഒരു പ്രൊലിഫറേഷൻ ഫോം ചെയ്യും. ആദ്യമേ പേരൻ്റ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇതെന്ത് ചെയ്യും, ഇതിനകത്ത് ആ പേരൻ്റ് ബോഡിയുടെ ഇടയ്ക്ക് അതിൻ്റെ സെൽ വോളിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ച് കുറച്ച് DNA കണ്ടൻറ്റും ജെനറ്റിക് മെറ്റീരിയലും എല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കഴിഞ്ഞ് എന്ത് സംഭവിക്കുക, അത് പേരൻ്റൽ ബോഡിയിൽ നിന്ന് മുറിഞ്ഞു മാറി പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. സോ അതും ഒരു മോഡ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷനാണ്. ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ് ഓർഗാനിസംസ് ലൈക്ക് ആൽഗയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം, ക്ലാമിഡോമോണസ് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളത് ആൽഗയാണ് ആണല്ലോ. ക്ലാമിഡോമോണസിനകത്ത് അവർക്ക് മോട്ടൈലായിട്ടുള്ള ഫ്ലജല്ലേസ് ഉള്ളവരാണ്. അവർക്ക് സൂസ്പോഴ്സ് എന്ന് പറയുന്ന അവർക്ക് മോഡ് ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടി സൂസ്പോഴ്സ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സൂസ്പോഴ്സ് ആണ്, മോട്ടൈലാണ് നമുക്കറിയാം. ഇനി ഇതിൻ്റെ കേസ് ഫഞ്ചയുടെ ഒരു കേസ് നമുക്കറിയാവുന്നതാണ് പെൻസിലിയം. പെൻസിലിയത്തിനകത്ത് കാണപ്പെടുന്ന കൊണീഡിയ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ഹെൽപ്പ് ഫോർ റീപ്രൊഡക്ഷന് വേണ്ടി അതിനെയും ഹെൽപ്പ് ചെയ്യുകയാണ്. ഇനി ജെമ്യൂൾസ്, സ്പോഞ്ചിൽ കാണുന്ന ജെമ്യൂൾസ്, ഇതെല്ലാം എന്താണ്, മോഡ് ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടി സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ഓർഗൻസ് ആണ്. മോഡ് ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഓർഗൻസ് ആണ്. മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സിംഗിൾ സെൽഡ് ഓർഗാനിസംസിലായിട്ട് നമുക്കറിയാം. അമീബയുടെ കാര്യം ഞാൻ പറഞ്ഞു, അമീബയിലും ഹൈഡ്രയിലും. അമീബയിൽ ബൈനറി ഫിഷൻ വഴിയാണ് നടക്കുന്നത്, ഈസ്റ്റിലും അതുപോലെ തന്നെ ഹൈഡ്രയിലും ബഡ് വഴിയാണ് ഫോം ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞേതാ സൂസ്പോൾസ്, ആൽഗയിൽ സൂസ്പോൾസ് വഴി, ക്ലാമിഡോമോണസിൽ ജെമ്യൂൾസ്, സ്പോഞ്ചിൽ ജെമ്യൂൾസ് വഴി. പിന്നെ നെക്സ്റ്റ് ഏതാ കൊണീഡിയ, പെൻസിലിയത്തിൽ കൊണീഡിയ. ഇതെല്ലാം എന്താണ്, അവരുടെ അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു സെയിം സെനാറിയോ. ഇപ്പം ഞാൻ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു. ഇനി സെയിം സെനാറിയോ ഇൻ ദ കേസ് ഓഫ് ആരിഡ് പ്ലാന്റ്സ്. നമുക്കറിയാം പൊട്ടറ്റോ, നമ്മുടെ വീട്ടിൽ യൂഷ്വലി കാണുന്ന സാധനമാണ് പൊട്ടറ്റോ.
പൊട്ടറ്റോയ്ക്കകത്ത് ചെറിയ ഒരു പ്രൊവിഷൻ പോലെ ഫോം ചെയ്യും. അത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. നമ്മളതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗൂൾസ് എന്ന് പറയും. ആ പൊട്ടറ്റോയുടെ ഐ ആണ് വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ റീപ്രൊഡക്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട്. ഇനി നമുക്കറിയാം ജിഞ്ചർ. ഇൻ കേസ് ഓഫ് ജിഞ്ചർ അല്ലെങ്കിൽ റൈസോം, അതായത് അഡ്വൻറ്റേഷ്യസ് റൂട്ട്. അതായത് റൂട്ടിൻ്റെ എക്സാക്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അത് ഇൻ ദ കേസ് ഓഫ് റൈസോം ഒരു ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊളിഫറേഷൻ ആ ഒരു പാർട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നു. സോ ആ പോർഷൻ എന്ന് പറയുന്നത് ആയിരിക്കും അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗൂൾ പാർട്ട് എന്ന് പറയുന്നത്. ഇനി ഓണിയനിൽ ബൾബിൾസ് ഓണിയൻ. ദെൻ പിന്നെ നെക്സ്റ്റ് ഏതാ പറയാൻ പറ്റുന്നത്? ഓണിയനിൽ ബൾബിൾസ് ഫോം ചെയ്യും. പിന്നെ ഓഫ്സെറ്റ് കാർട്ടറൈസാണിൽ ഓഫ്സെറ്റ് ഒക്കെ ഇതെല്ലാം യൂഷ്വലി എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗൂൾസ് പാർട്സ് ആണ്. മനസ്സിലായാലോ? ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗൂൾ. അപ്പം ഓരോ ഓർഗാനിസത്തിന് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നതിന് മുന്നേ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഗ്രോത്ത് പീരീഡ് ഉണ്ടാവും. ആ ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും അവർ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലോട്ട് പോകുന്നത്. ഓക്കെ, അതായിരിക്കും ആ ഓർഗാനിസത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഓർഗാനിസത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡ്യൂ ടു ബർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഭാഗം വരെയുള്ളതാണ് നമുക്ക് ഗ്രോത്ത് പീരീഡ് എന്ന് പറയാം. ആ ഒരു ഭാഗം വരെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രോത്ത് പീരീഡ് എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ അത് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ സെക്കൻഡ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫേസിലാണ് അത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്, അതിൻ്റെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ വേണം ഫോർ എക്സിസ്റ്റൻസ്. ആ ഒരു ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്യേണ്ടേ? ദെൻ അത് സെൻസ് ഫേസ് അല്ലെങ്കിൽ ഡെത്ത് ഫേസ് എന്ന് പറയും. ഒരു ഓർഗാനിസം അതിൻ്റെ ലൈഫ് ഫോം കംപ്ലീറ്റ് ചെയ്യുന്ന അവർക്ക് ഇനി ഒരു ലൈഫ് ഫോം ഇല്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആ ഒരു ഭാഗമാണ് സെൻസ് ഫേസ് അല്ലെങ്കിൽ ഡെത്ത് ഫേസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഫേസ് എന്നൊക്കെ സിംപ്ലി പറയാം. ഇനി നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള യൂഷ്വൽ പ്ലാന്റ്സിൽ നിന്നും ഭയങ്കര വ്യത്യാസമായിട്ട് വേറെ കുറച്ച് പ്ലാന്റൊക്കെ കാണുന്നുണ്ട്. അവയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു പ്ലാൻ എന്ന് പറയാം ടെറർ ഓഫ് ബംഗാൾ. ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വീടാണ്. അത് ഇൻവാസീവ് പ്ലാന്റ് ആണ്. ഇൻവാസീവ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പുറമെ എക്സോട്ടിക്കായിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ യൂഷ്വലി ഉള്ള പ്ലാന്റ്സിനെ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യുക, അവരുടെ ഫുഡും ഹാബിറ്റാറ്റ് ഫുള്ള് ഡിസ്ട്രോയ് ചെയ്തിട്ട് അവർക്ക് കഴിയാൻ എക്സിസ്റ്റൻസ് കൊടുക്കുന്നില്ല. കാരണം ഇത് വൈഡ്ലി സ്പ്രെഡഡ് ആയിട്ട് ആര് വരുന്നു? പുതിയ ഇൻവാസീവ് പ്ലാന്റ് വരുന്നു. അത് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു ഇൻവാസീവ് പ്ലാന്റ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനെയും നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നോർമൽ ഒരു ലൈഫ് ഫോമിനെ തന്നെ നശിപ്പിക്കുന്നു. പിന്നെ അത് ചെയ്യുന്നത് പറഞ്ഞാൽ അക്വാട്ടിക് പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ആ അക്വാട്ടിക് പ്ലാന്റ് നമ്മുടെ വാട്ടർ ഫോമിലാണ്. അപ്പം അക്വാട്ടിക് ആണെന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടറിലാണ് കാണപ്പെടുന്നത്. അപ്പം അവരെന്ത് ചെയ്യുന്നു? മാക്സിമം ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ്റെ സ്കേഴ്സിറ്റി എവിടെ അനുഭവപ്പെടുന്നു? അക്വാട്ടിക് ആനിമൽസിനെല്ലാം ഓക്സിജൻ സ്കേഴ്സിറ്റി അനുഭവപ്പെടുകയും അത് ഈ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ എല്ലാം നാശത്തിന് എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് പോവുകയും ഈ ഒരു ഡോമിനേറ്റ് ചെയ്ത് ഈ ഒരു പ്ലാന്റ് മാത്രം ഡോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. നമുക്കറിയാം, നമുക്ക് കോമൺ കാണുന്നതാണ് ടെറർ ഓഫ് ബംഗാൾ. നമ്മുടെ കായലുകളിലെല്ലാം പോണ്ടിലും സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള വാട്ടേഴ്സിനെല്ലാം വാട്ടറിൻ്റെ ഫ്ലോ ഫുള്ള് നഷ്ടപ്പെട്ടിട്ട് എന്താണ് ഫുള്ള് ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഫുള്ള് നശിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത് ഈ ഇൻവാസീവ് പ്ലാന്റ്സ് കാണിക്കുന്ന ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി പറയുകയാണെങ്കിലും ഓർഗാനിസത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഓർഗാനിസത്തിനും എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ മെക്കാനിസം എന്ന് പറയും എക്സിസ്റ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ ചില ഓർഗാനിസംസ് സീസണലി മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യൂ. സീസണലി മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്ട്രോബിലാന്തസ് കുന്തിയാൻസിസ്, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്, നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കത്തുള്ളൂ എന്ന് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു 12 വർഷം കൂടുമ്പോൾ മാത്രമേ അവർ പൂക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ സീസണിലായിട്ട് മാംഗോ ട്രീ, പിന്നെ എക്ടോകാർപ്പസ് ഹെട്രോഫില, പ്ലാവ്, നമുക്കറിയാവുന്ന മാവും പ്ലാവും ഒക്കെ ചക്ക ഉണ്ടാകുന്ന മാങ്ങ ഉണ്ടാകുന്നതൊക്കെ ഒരു സീസണിലായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ഇൻ ദ കേസ് ലൈഫ്, അതായത് ഒരു ഇയർ ഫുള്ള്
നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അവൈലബിലിറ്റി ഉള്ള പ്ലാന്റ്സും ഉണ്ട് ഫ്ലവറിങ് ആയിട്ട്. അപ്പോൾ സീസണലി മാത്രം ഫ്ലവർ ചെയ്യുന്നവയുണ്ട്. അപ്പം ഒരു പ്ലാന്റ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഒരു പ്ലാന്റ് അതിൻ്റെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിൻ്റെ ഫ്ലവറിങ്ങിലൂടെയാണ്. ഫ്ലവറിങ്ങിൽ എത്തുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്നു. അവിടെയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് തുടങ്ങുന്നത്. ഓക്കെ, ഫ്ലവറിങ്ങിലാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു സീസണൽ ബ്രീഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ഒരു ആനുവലായിട്ട് ഒരു ഇയർ ഫുള്ള് ബ്രീഡ് ചെയ്യുന്ന അങ്ങനെയും ഉണ്ട്. സീസണലായിട്ട് മാത്രമല്ലാതെ ചെയ്യുന്നതും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിന് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സീസണൽ ബ്രീഡേഴ്സ് എന്നും കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ഫേസ് നമ്മുടെ ഇതിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് ഗ്രോത്ത് ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, സെനസെൻസ് അല്ലെങ്കിൽ ഓൾഡ് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഗ്രോത്ത് ഫേസ് നമ്മൾ നാച്ചുറലി അറിയാവുന്ന ഗ്രോത്ത് ഫേസ് അറ്റൈൻ ചെയ്യും. ഇനി രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഫേസ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടാവും, ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവും, ഒവേറിയൻ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ യൂഷ്വലി പ്രിമേറ്റീവായിട്ടുള്ളതും നോൺ പ്രിമേറ്റീവും ഉണ്ട്. പ്രിമേറ്റീവായിട്ടുള്ളതൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ ആ ഒരു സൈക്കിൾ ഓഫ് ചേഞ്ചിന് നമുക്ക് എസ്ട്രസ് സൈക്കിൾ എന്നും, ഇൻ ദ കേസ് ഓഫ് നോൺ പ്രിമേറ്റീവ്സ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സിനെ മെൻസ്ട്രൽ സൈക്കിൾ എന്നും പറയാം. ഓക്കെ, എസ്ട്രസ് സൈക്കിൾ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. നമ്മൾ ആ ഒരു സൈക്കിൾ ചേഞ്ചിലൂടെ ടു അറ്റൈൻ ദെയർ മെച്യൂരിറ്റി ഫോർ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് റിപ്രൊഡക്റ്റീവ് സ്റ്റേജിലായിരിക്കും. ദെൻ ഫൈനലി സമ്മറൈസ്ഡ് എങ്ങനെ സെനസെൻസ് സ്റ്റേജിലാണ്. ഈവൻ ഡെത്ത് അല്ലെങ്കിൽ അവിടെ തീർന്നു ഫ്രൂട്ട്. ഇപ്പം നമ്മൾ പ്ലാന്റ് കേസ് പറയുകയാണെങ്കിൽ ഫ്രൂട്ടിന് ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കും, പ്ലാന്റിനാക്കുന്നു. അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ലീഫ് എല്ലാം പോകും, ഫ്ലവേഴ്സ് എല്ലാം പോകും. അങ്ങനെയാണ് സെനസെൻസ് പ്ലാന്റ്സ് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. ദെൻ നൗ I have summarized our class. First of all we will discuss about the lifespan. Now second lifespan കഴിഞ്ഞ് റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ആണെന്ന് പറഞ്ഞു. മോർ പ്രിസൈസ് ആയിട്ട് ഇറ്റ്സ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിസം ഗിവ് റൈസ് ടു ഇറ്റ്സ് എലമെന്റ്സ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷലും സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. സെക്ഷലും അസെക്ഷലും തമ്മിലുള്ള ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു. നൗ നമ്മൾ എന്താ പറഞ്ഞത്, ഏതൊക്കെ രീതിയിലാണ് ഓരോ ഓർഗാനിസത്തിലും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇൻ കേസ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസം പറഞ്ഞു, പ്ലാന്റ്സ് പറഞ്ഞു, സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിട്ടുള്ള ആരുടെ കാര്യം പറഞ്ഞു, അമീബയുടെ കാര്യം പറഞ്ഞു, ഈസ്റ്റ്, ആൽഗേസ്, പെൻസിലിയം എക്സെട്ര. ഓക്കെ, ദെൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് അവിടെ പൊട്ടറ്റോയുടെ കാര്യം പറഞ്ഞു, ജിഞ്ചറിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ ഫൈൻ. ദെൻ ഫൈനലി വി വിൽ ഡിസ്കസ്ഡ് അബൌട്ട് ദ 3 phases of life. ഏതൊക്കെയാണ് പറഞ്ഞു? ഗ്രോത്ത് ഫേസ്, reproductive phase and senescence. Okay, thank you.